ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൺചട്ടി എങ്ങനെ പെട്ടെന്ന് മയക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 2 മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. മൺചട്ടി നന്നായി കഴുകിയെടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കാണ്. മൺചട്ടിയിൽ 3/4 ഭാഗം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിറയെ വെള്ളം എടുത്തിട്ടില്ല, 3/4 ഭാഗം മാത്രമാണ്. ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ, അതോടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ ടിപ്പ് ഇതാണ്. ഒരു മൺചട്ടിയിൽ നിറയെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കുകയാണ്. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ, അതോടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റിന് ശേഷം കഞ്ഞിവെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ചായപ്പൊടി ഇതുപോലെ നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് നന്നായി കുറുകി വരട്ടെ, അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ മൺകലം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്, പുതിയ ചട്ടി ആയതുകൊണ്ട്. ഇപ്പം നമ്മുടെ ചായപ്പൊടി നല്ലവണ്ണം തിളച്ച് വെള്ളം കുറുകി വന്നിട്ടുണ്ട്. 3/4 ഭാഗം വെള്ളമായിരുന്നു നമ്മൾ ഒഴിച്ചത്, ഇപ്പോൾ 1/2 ഭാഗം വെള്ളമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ വെള്ളം ചൂടാറിയതിന് ശേഷം നമുക്ക് മൺകലം കഴുകിയെടുക്കാം. ചൂടാറിയതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് മൺകലം കഴുകാൻ പാടുള്ളൂ, കാരണം അല്ലെങ്കിൽ നമ്മുടെ മൺകലം വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചൂടാറോളം വെയിറ്റ് ചെയ്യാം. 2 മൺചട്ടി നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. കഴുകിയെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് വെച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത്. ഇനി നമുക്ക് കഴുകിയെടുക്കാം. അഞ്ഞിച്ചണ്ടി ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ കഴുകിയെടുക്കുന്നത്. കടലമാവ് വെച്ചിട്ട് കഴുകിയെടുക്കുന്നതാണ് നല്ലത്. ഒരു ചട്ടി നമ്മൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഞ്ഞിവെള്ളം വെച്ച് മയക്കിയെടുത്ത ചട്ടിയാണ്. ഇനി ചായപ്പൊടി വെച്ച് മയക്കിയെടുത്ത ചട്ടി കഴുകിയെടുക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ കറുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആ ചായപ്പൊടിയുടെ കറുപ്പ് കളറായതും ചായപ്പൊടിയുടെ ഒരു കറൊക്കെ ഉണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ കഴുകിയെടുക്കുക. നന്നായി വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് കഴുകി. ഇനി ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായി തുടച്ചെടുക്കണം.
നല്ലതുപോലെ ഉണക്കിയെടുക്കുക. അപ്പോൾ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഇതിൽ തേച്ച് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ഒരുപോലെ തേച്ച് കൊടുക്കുക. ഉള്ളിലും പുറത്തും ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടിലും ഇതുപോലെ ചെയ്തെടുക്കട്ടെ. എല്ലാ ഭാഗത്തും ഒരുപോലെ തേച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളിവിടെ മൺചട്ടി മയക്കിയെടുക്കൽ. ഇനി ഇത് നമുക്ക് ഉണക്കിയെടുക്കണം. ഇതിങ്ങനെ വെച്ച് വലിയുന്നത് വരെ ഇങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഉണങ്ങിയതിന് ശേഷം നമുക്കിത് കഴുകിയിട്ട് കറി വെക്കാനൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെയാണ് നമ്മളിവിടെ മൺചട്ടി മയക്കിയെടുക്കൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.